ഇന്നേ നിങ്ങളെല്ലാവരും ചോദിച്ച നമ്മളെ പുതിയപ്പോൾ സൽക്കാരത്തിന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ബട്ടർ നാൻ്റെ റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, പക്ഷേ ചൂടോട് കഴിക്കണം കേട്ടോ, അത് നിർബന്ധമാണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം വേണ്ടത് മൈദ കേട്ടോ. ഞാനിവിടെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 കപ്പിൽ താഴെ പുളിയില്ലാത്ത തൈര് എടുക്കുക, പിന്നെ കുറച്ച് ഇളം ചൂടുള്ള പാലെടുക്കുക, ബാക്കി ഇളം ചൂടുള്ള വെള്ളം എടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി സ്റ്റിക്കി ആയിട്ട് വേണം കേട്ടോ ഇതുപോലെ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ആ പാത്രത്തിലും മാവിലും കുറച്ച് ഓയിലാക്കിയിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അരമണിക്കൂർ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ അരമണിക്കൂറിന് ശേഷം ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊങ്ങിയൊന്നും വരില്ല കേട്ടോ, പക്ഷേ മാവ് നമുക്ക് തൊടുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ വല പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിനെ ഓരോ പൂരീൻ്റെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് നമുക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് അതൊന്ന് കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇതുപോലെയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനോ അതല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ അടികട്ടിയുള്ള പാനോ എടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഭാഗത്ത് പച്ചവെള്ളം ആക്കി കൊടുത്തിട്ട് ആ പച്ചവെള്ളം ആക്കിയ ഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തിരിച്ചും ഒന്ന് വേവിച്ചെടുക്കുക. അതാ നമ്മളെ അടിപൊളി നാന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചൂടോടെ തന്നെ കുറച്ച് ബട്ടറും അതുപോലെ തന്നെ മല്ലിയിലയും ആക്കി കൊടുക്കുക കേട്ടോ. മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പരത്തുന്ന സമയത്തിന് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ ഫുൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ചൂടിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ.